ഇന്നത്തെ ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്ന വിഷയം നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കെ സുധാകരൻ ഉയർത്തിയ വെല്ലുവിളിയിൽ ആശങ്കയിലായ സണ്ണി ജോസഫിന് ആശ്വാസമായ ദിവസമായിരുന്നു ഇന്നലെ നടന്ന കൂടിക്കാഴ്ച. കണ്ണൂരിന്റെ KS നേരിട്ടെത്തി കണ്ടതോടെ പേരാവൂരിലെ UDF ക്യാമ്പിന് നൽകുന്ന ആശ്വാസം അതൊട്ടും ചെറുതല്ല. ന്യൂസ് ആംഗിൾ ഇന്ന് പരിശോധിക്കുന്നത് KK ശൈലജയെ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള LDF ശ്രമത്തെ ഒരു കല്ലുകടിയുമില്ലാതെ നേരിടാൻ ഈ കൂടിക്കാഴ്ച UDFന് ഊർജ്ജമാകുമോ എന്നാണ്. കെ സുധാകരന്റെ ആശീർവാദം സണ്ണി ജോസഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമോ എന്ന കാര്യമാണ് നോക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാൻ നിഖിൽ ചേരുന്നു കണ്ണൂരിൽ നിന്നും തത്സമയം. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഈ കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് നൽകുമോ ഇല്ലയോ എന്നതിൽ തുടങ്ങിയ ചർച്ച ഒടുവിൽ അത് വേണ്ട എന്നുള്ള MPമാർക്ക് സീറ്റ് കൊടുക്കണ്ട എന്നൊരു നിലയിലേക്ക് എത്തി. അതിന് പിന്നാലെ കെ സുധാകരൻ കുറച്ച് പാർട്ടിയുമായി ഉടക്കിയൊക്കെ നിന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്താണ് അദ്ദേഹം തിരികെ ഡൽഹിയിൽ നിന്നും വിമാനം കയറി നാട്ടിലേക്ക് വന്നതും. പിന്നീട് അദ്ദേഹം എല്ലാ സ്ഥാനാർത്ഥികളും അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുകയും അദ്ദേഹം ഈ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ ആശീർവദിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു. ഇന്നലെ കണ്ട കാഴ്ച അത് സണ്ണി ജോസഫിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന സുധാകരനെയാണ്. ആ അനുഗ്രഹം അത് സുധാകരൻ നൽകിയൊരു ആത്മവിശ്വാസം ചേർത്തല്ല. ഈ നമ്മൾ അത് പറയുന്ന ഘട്ടത്തിൽ തന്നെ പറയണം, KPC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ജില്ലയിൽ ഉടനീളം സഞ്ചരിച്ച് എല്ലായിടങ്ങളിലും കഴിയുന്നിടത്തെല്ലാം പോയി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ട ഒരു ചുമതലക്കാരൻ കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ മണ്ഡലം വിട്ട് പോകാൻ കഴിയാത്ത അത്രയും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം പ്രചാരണങ്ങളിൽ മുൻപത്തേക്കാൾ സജീവവുമാണ്. സുധാകരന്റെ സാന്നിധ്യം കൂടി വരുമ്പോൾ അത് UDF ക്യാമ്പിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം എത്രത്തോളം വലുതാണ് നിഖിൽ? സേതു, ഗുഡ് മോർണിംഗ്. ആ ആത്മവിശ്വാസം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഒരുപക്ഷെ ഇന്നലത്തെ സണ്ണി ജോസഫിന്റെ ശരീരഭാഷയിലുണ്ട് എന്നത് വേണം പറയാൻ. കെ സുധാകരന്റെ ഭാഷ കടമെടുത്താൽ ഏറെ കാലമായി തമ്മിൽ കാണാതെയും മിണ്ടാതെയും പ്രേമിച്ചിരുന്ന രണ്ടുപേർ, സണ്ണി ജോസഫും കെ സുധാകരനും. രണ്ടുപേരും ഇന്നലെ രാത്രി 8:30യോടുകൂടി സുധാകരന്റെ നടാലിലെ വീട്ടിൽ വെച്ച് കാണുന്നു. പരിഭവങ്ങൾ, പിണക്കങ്ങൾ, സൗന്ദര്യ പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നു എന്ന് അവർ രണ്ടുപേരും പറയുന്നു. ഒരുമിച്ച് രണ്ടുപേരും എത്തി കൈ ചേർത്ത് പിടിച്ച് ഇതെൻ്റെ സ്വന്തമാണ് എന്ന് കെ സുധാകരനും ഇതെൻ്റെ നേതാവാണെന്ന് സണ്ണി ജോസഫും പറയുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ആ കാഴ്ചകൾ, ആ ഒരു സമയം ഏതായാലും UDFന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും സണ്ണി ജോസഫിന്. കാരണം പേരാവൂരിൽ KK ശൈലജ ടീച്ചർ മത്സരരംഗത്തേക്ക് വന്നതോടുകൂടി സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ശക്തമായ പോരാട്ടത്തിലേക്കാണ് പോകുന്ന സാഹചര്യമുണ്ടായത്. സേതു പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സംസ്ഥാനത്താകെയുള്ള UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാൻ ഇറങ്ങേണ്ടിയിരുന്നയാൾക്ക് സ്വന്തം മണ്ഡലത്തിലെ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാഹചര്യം അവിടെ വന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടെ കൂടി KK ശൈലജ ടീച്ചർക്കെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായത്. അത് നമ്മളിപ്പോൾ കാണുന്നത് ഈ കണ്ണൂർ സീറ്റ് ആവശ്യം ഉന്നയിച്ച് കെ സുധാകരൻ രംഗത്തെത്തുകയും എന്നാൽ ഹൈക്കമാൻഡ് അതിന് തയ്യാറാവാതിരിക്കുകയും കെ സുധാകരൻ പാർട്ടിയോട് ഇടഞ്ഞ് ഒരാഴ്ചക്കാലത്തോളം മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അത് മാത്രമായിരുന്നില്ല, നേരത്തെ ഈ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കെ സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ള ഒരു ശീതയുദ്ധത്തിൻ്റെ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കടുത്ത അതൃപ്തി കെ സുധാകരന് ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു സണ്ണി ജോസഫിനോട് എന്നുള്ളതും വ്യക്തമായിരുന്നു. അതെല്ലാം തന്നെ ഇന്നലെ പറഞ്ഞു തീർത്തു എന്ന് ഇരുവരും പറയുമ്പോൾ ഏറ്റവും വലിയ ആശ്വാസമുണ്ടാകുന്നത് പേരാവൂരിലെ UDF ക്യാമ്പിനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവിടെ നമ്മൾ കണ്ടതാണ് കെ സുധാകരൻ അനുകൂലികൾ എഴുതി വെച്ച പോസ്റ്ററുകളൊക്കെ. കെ സുധാകരനാണ് സണ്ണി ജോസഫിനെ നേതാവാക്കി കൊണ്ടുവന്നത്. അങ്ങനെയുള്ള കെ സുധാകരനോട് നന്ദികേട് കാണിച്ചാൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുൾപ്പെടെ കെ സുധാകരൻ അനുകൂലികൾ പോസ്റ്റർ ഒട്ടിച്ചതാണ് പേരാവൂരിൽ. ആ പേരാവൂരിൽ കെ സുധാകരനും താനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ജോസഫ് ഇന്നു മുതൽ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതല്ല അവിടുത്തെ കാഴ്ച എന്ന് തന്നെയാണ് UDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. കെ സുധാകരൻ കൂടി പ്രചരണത്തിനിറങ്ങുമ്പോൾ അത് പ്രവർത്തകർക്കും ആവേശം നൽകും എന്ന് തന്നെയാണ് UDF പ്രവർത്തകർ വിശ്വസിക്കുന്നത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്തായാലും വലിയ ആശ്വാസമായി. അപ്പം KCയുടെ സാന്നിധ്യം അത് കോൺഗ്രസ് ക്യാമ്പിന് അല്ലെങ്കിൽ UDF ക്യാമ്പിന് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസവും ആവേശവും ഒന്നും ചെറുതല്ല എന്നാണ് നിഖിൽ പറഞ്ഞു വച്ചത്.